ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പൊതുവെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു 5 വർഷം മുമ്പ് വരെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അത് എന്താണ് എന്നറിയാത്തതിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അതായത് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കും തന്നെ അത് എന്താണ് എന്നറിയില്ല. ഒരു സാധാരണക്കാരനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ അറിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ ആ കോഴ്സ് എടുക്കുന്ന കുട്ടികളും അവരെ കാത്തിരിക്കുന്ന ഒരു വലിയ ജോബ് മാർക്കറ്റും ഇന്ന് നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ട്. പല ആളുകളായി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിനു വേണ്ടി ഇത് പഠിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലേക്ക് വരും. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്? നമ്മളുടെ മുമ്പിൽ മറ്റൊരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ വ്യത്യസ്തമാക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരും. അതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഇന്ന് ലഭിക്കാനായിട്ട് പോകുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം തന്നെ വരുന്നത് അവിടുത്തെ ക്ലിനിക്കൽ സ്റ്റാഫാണ്. ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ നമുക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സിനെ ഓർമ്മ വരും, അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റീസിനെ ഓർമ്മ വരും. അങ്ങനെ നമ്മൾ ഒരുപാട് കണക്ട് ചെയ്യുന്നത് ഇവരെല്ലാവരുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ ഫാർമസിസ്റ്റ്, ലബോറട്ടറി സ്റ്റാഫ്സ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, ഈ ഒരു രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു കണക്ഷൻ്റെ ആ ഒരു രീതി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കെന്ന് വെച്ചാൽ കുറേ പേരെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. എന്നാൽ അവിടെ ഇത്തരം പ്രോസസ്സുകൾ, അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ വർക്ക്സും വളരെ എഫക്റ്റീവായിട്ട് നടന്നു പോകാനായി ആ ഹോസ്പിറ്റലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ വർക്കിങ്ങിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു വിഭാഗം സ്റ്റാഫ് കൂടി അവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അവരവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റൽ അത്രയും സ്മൂത്തായിട്ട് അവിടെ നടന്നു പോകുന്നത്. ആ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ ഭദ്രമാണ്. നമ്മൾ അത്തരം സ്റ്റാഫുകളെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ. ജനറലി നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിനെ ഏതൊരു ബിസിനസ് സ്ഥാപനം പോലെയും വളരെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇതിൽ തന്നെ പല വിഭാഗം സ്റ്റാഫുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളത്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളത്. ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഗസ്റ്റ് റിലേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റ്സുകളെല്ലാം ഒത്തുചേരുന്നതാണ് ഈ പറയുന്ന നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ പഠിക്കാം, എവിടെ പഠിക്കാം എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. മുമ്പെല്ലാം ആയിരുന്നെങ്കിൽ നമ്മളുടെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ആണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം, MHE ചെയ്യാം, അല്ലെങ്കിൽ MBA ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും എഫക്റ്റീവായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ. അതിനുള്ള ഉത്തരമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകൾ, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയർ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് എത്തിച്ചേരാനും, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയർ നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാനും സാധിക്കും. ഇനി ഈ ഒരു ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മീഡിയംസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. അതിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ട് SLBS ചൂസ് ചെയ്യണം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ, അല്ലേ? എന്തുകൊണ്ട് SLBS? മറ്റൊരുപാട് സ്ഥാപനങ്ങൾ ഈ പറയുന്ന കോഴ്സ് നമ്മളുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ടത്? അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന 2 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് സിലബസ്, രണ്ടാമത്തേത് ഇവിടെ നിങ്ങൾക്കായി കവർ ചെയ്യപ്പെടുന്ന ആഡ് ഓൺ സർവീസുകൾ. ഇതെല്ലാം മറ്റെവിടെയും നിങ്ങൾക്ക് ലഭിക്കാത്തതാണെന്ന് വളരെ ഉറപ്പിച്ച് നമുക്ക് പറയാനായി സാധിക്കും. നമുക്ക് സിലബസിലേക്ക് കടക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇവിടെ പഠിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആദ്യം അറിയേണ്ടത് എന്താണ് ഹോസ്പിറ്റൽ എന്നാണ്, അല്ലേ?
ഒരു സാധാരണക്കാരൻ ഒരു ഹോസ്പിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കരുത് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ഒരു ഹോസ്പിറ്റലിനെ ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ എന്താണെന്നും അവിടെ എത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഏതെല്ലാമാണ്, ഈ ഓരോ സ്റ്റാഫിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, എത്ര സിസ്റ്റം ഓഫ് മെഡിസിൻസ് നമ്മൾക്ക് അവൈലബിൾ ആണ്, അതിൽ ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, അതിൽ ഏതാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇനി ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്തെ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്, ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ്, ഒരു ഡിസ്ചാർജ് പ്രൊസീജിയർ എന്താണ്, ഇതെല്ലാം കോമൺ ആയി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻറ്റ് ബേസിക് ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ മുതൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അക്രഡിറ്റേഷൻ വർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല വരെയും നിങ്ങളിവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ജനറൽ മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ജനറൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അവിടെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യേണ്ടി വരും, ഇത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നിങ്ങൾ കവർ ചെയ്യപ്പെടുന്നത് അക്രഡിറ്റേഷൻ റിലേറ്റഡ് ഡീറ്റെയിൽസ് ആയിരിക്കും. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അക്രഡിറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ NABH എന്താണ്, GC എന്താണ്, അക്രഡിറ്റേഷൻ പ്രൊസീജിയറുകൾ എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങൾ അവിടെ കവർ ചെയ്യുന്നത്. ഇത് മുതൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കോർ സബ്ജക്റ്റുകൾ നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട്. ഇതിൽ എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു MHA പഠിച്ചാൽ നിങ്ങൾ കവർ ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകളും തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിലൂടെ നിങ്ങളെ കവർ ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും വാസ്റ്റായിട്ട് ഇത് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് എനഫ്, ഇത് മതി എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താനായി സാധിക്കില്ല. കാരണം ദിനം പ്രതി അല്ലെങ്കിൽ നിമിഷം തോറും ഓരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മാക്സിമം നമുക്ക് എന്തെല്ലാം പഠിക്കാൻ പറ്റുമോ ആ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ടൈലർ മെയ്ഡായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. മറ്റെവിടെയും തരുന്നതിൽ കൂടുതൽ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് നോളജുകൾ ഒരു ഹോസ്പിറ്റലിൻ്റെ എല്ലാ മേഖലയും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് പ്രിപ്പറേഷനാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആവട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആവട്ടെ, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ ഒട്ടനവധി മേഖലകളിലൂടെ ഈ ഒരു സിലബസ് കടന്നു പോകുന്നുണ്ട്. ഇനി ആഡ് ഓൺ സർവീസുകളുടെ കാര്യം. ആഡ് ഓൺ സർവീസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സിൻ്റെ വാല്യൂ കൂട്ടാനായി അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസുകളാണല്ലോ ഈ ആഡ് ഓൺ സർവീസുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ചുമ്മാ കുറച്ച് ആഡ് ഓൺ സർവീസുകൾ തരുന്നതിൽ ഉപരി നിങ്ങൾക്ക് എന്താണോ ആ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ എക്സൽ ചെയ്യാനായിട്ട് വേണ്ടത്, സിലബസിന് പുറത്ത് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളിലേക്ക് എത്തപ്പെടണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ആഡ് ഓൺ സർവീസുകളും ബിൽഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അത് ഓരോന്നും ഡിസൈൻ ചെയ്തേക്കുന്നത്. ആഡ് ഓൺ സർവീസുകളിൽ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നത് HMS ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ HIS ട്രെയിനിങ് എന്ന് നമ്മൾക്കതിനെ പറയാം. ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ നമ്മൾ തന്നെ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 5 വർഷം മുമ്പോ 6 വർഷം മുമ്പോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാം പേപ്പർ വർക്ക്സ് ആയിരുന്നു അല്ലേ. ഒരു പ്രിസ്ക്രിപ്ഷൻ ആയാലും ഒരു മെഡിക്കൽ റെക്കോർഡ് ആയാലും എല്ലാം തന്നെ പേപ്പർ വർക്ക്സ് ആയിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യപ്പെട്ടു. ആ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് HIS സോഫ്റ്റ്വെയർ അഥവാ HMS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ ഹോസ്പിറ്റലിലും തുടരുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള HMS എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു HMS സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ ഒരു ആഡ് ഓൺ സർവീസിലൂടെ. നിങ്ങൾക്ക് പ്രോപ്പറായി ഒരു HMS എന്താണ് അല്ലെങ്കിൽ ഒരു HIS എന്താണ് അതിനെക്കുറിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിരിക്കും HIS ട്രെയിനിങ് അല്ലെങ്കിൽ HMS ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി
ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് തന്നെ നമ്മൾ പഠിച്ചാലും, ഏതെല്ലാം സിലബസിലൂടെ നമ്മൾ കടന്നു പോയാലും, നമ്മൾ ഒരു ഇൻ്റർവ്യൂവറുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു 5-10 മിനിറ്റാണ് നമ്മളെ ആ ഒരു ഇൻ്റർവ്യൂവർ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഇൻ്റർവ്യൂവർ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആരാണ് എന്താണെന്നുള്ള കാര്യം അവർ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഇൻ്റർവ്യൂ ഫിയർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എങ്ങനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്നൊരു ചോദ്യമുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായും അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായും എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അഥവാ ECP പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, നിങ്ങളുടെ റെസ്യൂമേ മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സ്ട്രീംലൈൻഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ആഡ് ഓൺ സർവീസിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി എമർജൻസി കോഡ്സ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എമർജൻസി കോഡ്സ് എന്ന് പറയുന്നത്. ആ എമർജൻസി കോഡ്സ് എന്താണെന്നും ഓരോ കോഡുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ അവിടെ ആക്ട് ചെയ്യേണ്ടതും എന്നുള്ള കാര്യം മോക്ക് ഡ്രിൽ ട്രെയിനിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ദെൻ ബേസിക് ലൈഫ് സപ്പോർട്ട്, ദാറ്റ് ഈസ് BLS, ബേസിക് ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ജനറൽ ട്രെയിനിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ നിങ്ങൾ പഠിക്കുന്നത് NABH ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. NABHൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്തെല്ലാമാണ്, ആ NABH ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത്തരം കാര്യങ്ങളും കവർ ചെയ്യപ്പെടുന്നു. ദെൻ ഇറ്റ് ഈസ് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ് എന്താണ്, അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്നുള്ള കാര്യവും ആഡ് ഓണിലൂടെ നിങ്ങൾ കവർ ചെയ്യുന്നു. ദെൻ നമ്മൾ കവർ ചെയ്യുന്നത് MS ഓഫീസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് MS ഓഫീസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെയ്യുന്നത് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് MS ഓഫീസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആഡ് ഓൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ടാലിയുടെ ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. MS ഓഫീസ് കൂടാതെ തന്നെ ടാലിയുടെ ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആഡ് ഓൺ സർവീസുകളും ഇത് ഓരോന്നും നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. HIS ട്രെയിനിങ്, അതുപോലെ തന്നെ ECP ലെവൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ MS ഓഫീസ് ഡോക്യുമെൻറ്റേഷൻ, അത് മെഡിക്കൽ റെക്കോർഡ്സിലും NABHലും വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയുമ്പോഴും ഇതെല്ലാം ഒരിക്കലും ഒരു വിഭാഗത്തിൽ നിന്നല്ല, ഒരു ഹോസ്പിറ്റലിൻ്റെ പല വിഭാഗങ്ങളാണ് ഇത് കവർ ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ഓൺ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ് പഠിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് വരാം. നമ്മളതിന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് പഠിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്തിന് ഇത് ആഡ് ഓൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞിരുന്നു നമ്മൾ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പർച്ചേസ്, അതിൻ്റെ വാല്യുവേഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അവിടെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആഡ് ഓൺ സർവീസുകൾ എന്ന് പറഞ്ഞ് നിങ്ങളിൽ എത്തിക്കുന്ന ഓരോ സർവീസുകളും ഓരോ മേഖലയിലെയും എക്സ്പെർട്ടൈസ് ആക്കാൻ, നിങ്ങളെ ഓരോ മേഖലയിലും എക്സ്പേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സർവീസുകളാണ്. ഈ സർവീസുകളിലൂടെ നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ കവർ ചെയ്യുന്ന അത്രയും സിലബസും കാര്യങ്ങളും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിലും ഒരു എക്സ്പേർട്ടായിട്ട് അല്ലെങ്കിൽ ഒന്ന് എക്സൽ ചെയ്യാനായി നിങ്ങളെ ആഡ് ഓൺ സർവീസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻറ്റിന് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റ്സും അല്ലെങ്കിൽ എല്ലാ കാലിബറുമായിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ആയ ഒരു ഹോസ്പിറ്റൽ മേഖലയിലേക്കുള്ള ജോലി നോക്കുന്നത്. സോ ജോലി നോക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കോമൺ ഡൗട്ടാണ്, എന്താണ് ജോലി അല്ലെങ്കിൽ എന്തായിരിക്കും ആ ജോലി എന്നൊരു ഡൗട്ടാണ് അല്ലേ. ജോലി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അതായത് ഫ്രണ്ട് ഓഫീസ്, പബ്ലിക് റിലേഷൻ, ഗസ്റ്റ് റിലേഷൻ, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ഒട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ചാൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നത്? നമുക്കറിയാം, നമ്മുടെ നാടിനെ തന്നെ കുറച്ച് കാലം മുമ്പ് വളരെ അധികം മോശമായി ബാധിച്ച ഒരു പാൻഡമിക് ആയിരുന്നു COVID-19 എന്ന് പറയുന്നത്, കൊറോണ. സോ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ പല ഇൻഡസ്ട്രികളും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തു അല്ലേ. പല സ്ഥാപനങ്ങളും മൊത്തമായി അടച്ചു പോവുകയും അതുകൂടാതെ അവരുടെ നിലവിലുള്ള എംപ്ലോയീസിൻ്റെ റേറ്റ് 50% കുറയ്ക്കുകയും സാലറി വരെയും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ഇൻഡസ്ട്രീസും എത്തിച്ചേർന്നു. എന്നാൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അത്തരത്തിലൊരു പാൻഡമിക് വന്നപ്പോൾ
ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു കാരണം കൊണ്ടും ഫേസ് ചെയ്തില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു ഹോസ്പിറ്റലും ഒരു കോവിഡ് കാരണം എഫക്റ്റ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണത്. എല്ലാ കാലത്തും എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യം പല ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ജോലി കിട്ടുമോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനി നമ്മളിവിടെ പഠിക്കുന്ന ഈ ആഡ് ഓൺ കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മളിവിടെ കവർ ചെയ്യുന്ന സിലബസുകൾ, ഇത് വെച്ച് നിങ്ങൾക്ക് യാതൊരുവിധ മടിയും കൂടാതെ ഒട്ടനവധി കാലം നിങ്ങൾക്ക് ഈ ഒരു റിസോഴ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്രത്തോളം അപ്ഡേറ്റഡ് ആയി വരുന്ന സാഹചര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ തുടർന്ന് എന്താണോ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത് അത് വളരെ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്തുകൊണ്ട് അത്തരത്തിലാണ് നിങ്ങളുടെ സിലബസും നിങ്ങളുടെ ആഡ് ഓൺസും നമ്മളിവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടെക്നിക്കലി അതുപോലെ തന്നെ പ്രാക്ടിക്കലി എല്ലാ രീതിയിലും വളരെ എക്യുപ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജോലി സാധ്യതയും അതുപോലെ തന്നെ നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ, അതായത് സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഈ ഒരു റെപ്യൂട്ടേഷൻ, ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർക്കും നഴ്സിനും കിട്ടുന്ന അതേ വാല്യൂ അല്ലെങ്കിൽ അതേ ഇമ്പോർട്ടൻസ്, അതേ റെസ്പെക്റ്റ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു കാലഘട്ടത്തിലും, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങുന്ന ഈ ഒരു കാലഘട്ടം മുതൽ തുടർന്ന് ഒരു 10-15 വർഷത്തേക്കായാൽ കൂടി വളരെ സ്ട്രോങ് ആയി നിങ്ങൾക്ക് വിശ്വസിക്കാനായി സാധിക്കും ഈ ഒരു കോഴ്സ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആഡ് ഓൺസുകളും അതുപോലെ തന്നെ കോഴ്സിൻ്റെ സിലബസുകളുമാണ് നിങ്ങൾക്കായി ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ വളരെ എഫക്റ്റീവായി മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു സക്സസിൻ്റെ ഒരു സിംഗിൾ കീ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഒരുപാട് മേഖലകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു സക്സസ് കീ ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത്.